സാമൂഹ്യനീതിയെക്കുറിച്ച് ബോധ്യമില്ലാത്ത, ലിംഗനീതിയെക്കുറിച്ച് ബോധ്യമില്ലാത്ത, വിദ്യാർത്ഥിയുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാത്ത, എന്തിനൊരു പൗരൻ്റെ മാനവും അന്തസ്സും ഭരണഘടനാനുസൃതമായി ഉയർത്തിപ്പിടിക്കേണ്ടതാണ് എന്ന് ബോധ്യമില്ലാത്ത ഒരാൾ, അയാൾ ഇനി എത്ര പ്രഗത്ഭനാണെങ്കിൽ പോലും ആ കോളേജിൽ തുടരാൻ പ്രാപ്തനല്ല എന്നുള്ളതാണ്. എന്നിട്ട് ഒരുപാട് ഇയാൾ പറയാണ്, ഈ കുട്ടികൾ പറയുന്നുണ്ട്, അയാളെ സാറിന് വിളിക്കാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല, അയാളൊരു മൃഗമാണ് എന്നാണ്. എന്നിട്ടും ഈ കുട്ടികൾ പറയുന്നു, ഞങ്ങൾക്കിത് പ്രതികരിക്കുന്നതിൻ്റെ പേരിൽ എന്തും സംഭവിക്കാം എന്ന അവസ്ഥയാണ് എന്നുകൂടി പറയുന്നൊരവസ്ഥയാണ്. നോക്കൂ, നീതി കൊടുത്തേ മതിയാകൂ. ഡോക്ടർ പായൽ തൻവിയുടെ കുറ്റവാളികൾ രക്ഷപ്പെട്ടതുപോലെ, രോഹിത് വെമുലയുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മണ്ഡലം ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ രക്ഷപ്പെട്ടതുപോലെ, 13,000-ലധികം വിദ്യാർത്ഥികൾ ആത്മഹത്യ ഓരോ വർഷവും ചെയ്യുന്ന നാട്ടിൽ അതിന് ഉത്തരവാദികളായ ഒരാളെപ്പോലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതിരിക്കുന്നത് പോലെ നിതിൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദികളായവർ രക്ഷപ്പെട്ടുകൂടാ എന്നുള്ളതാണ്. രോഹിത് വെമുലയുടെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ തിരയുന്നതിനേക്കാൾ പോലീസിന് താല്പര്യം രോഹിത് വെമുല ദളിതനായിരുന്നോ എന്ന് തിരയാനായിരുന്നു. അതുപോലെയാകരുത്. ലോണാപ്പിന് പിന്നാലെ ഓടി യഥാർത്ഥത്തിലുള്ള കുറ്റവാളികളിൽ നിന്ന് നിതിന് കുടുംബത്തിനെങ്കിലും നീതി കൊടുക്കുക എന്നുള്ളതാണ്. പോയത് പോയി എന്നാണ് പറയുക, പക്ഷേ ആ കുടുംബത്തിൻ്റെ നഷ്ടം ആര് നികത്തും എന്നുള്ളതാണ് ചോദ്യം. മിടുക്കനായിരുന്നു അവൻ. ഒരു നാടിൻ്റെയും ആ വീടിൻ്റെയും ഒക്കെ പ്രതീക്ഷയായിരുന്നു. നിതിൻ. ചേർത്ത് നിർത്തേണ്ടവരാണ് കൊലയ്ക്ക് കൊടുത്തത് എന്നുള്ളത് വ്യക്തമാണ്.